നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആൻസൺ മാത്യൂസ്. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഒരു ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയുടെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ആണ്. ഇതിൽ വരുന്നത് ഹാലജൻ ബൾബുകളാണ്. ലോ ബീമിലും ഹൈ ബീമിലും വരുന്ന ഹാലജൻ ബൾബുകളാണ്. ഇതിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ലോ ബീമിലൊരു ബൈസെനോൺ പ്രൊജക്ടർ, അതുപോലെ ഹൈ ബീമിലൊരു LED. അതുപോലെ ഈ വാഹനത്തിൽ ഫോഗ് ലാമ്പ് വരുന്നില്ല. ഫോഗ് ലാമ്പിൻ്റെ അവിടെ ഒരു ക്യാവിറ്റി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ നമ്മളൊരു അഡീഷണൽ ഫോഗ് ലാമ്പിൻ്റെ യൂണിറ്റ് എക്സ്ട്രാ പർച്ചേസ് ചെയ്ത് വയ്ക്കുകയും ആ ഫോഗ് ലാമ്പ് മാറിയിട്ട് അവിടെ ഒരു ബൈസെനോൺ പ്രൊജക്ടേഴ്സ്, ഫോഗ് ലാമ്പ് പ്രൊജക്ടേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യുന്നിട്ടുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു എക്സ്ട്രാ വർക്കാണ്. അപ്പോൾ ഈ വാഹനത്തിൽ നിലവിലുണ്ടായിരുന്ന പെർഫോമൻസും അതുപോലെ തന്നെ ഈ വർക്കുകളെല്ലാം ചെയ്തതിന് ശേഷം കിട്ടുന്ന പെർഫോമൻസും എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പരിശോധിക്കാം. അപ്പോൾ ഇന്ന് ഈ ഒരു വാഹനമാണ് നമ്മളിവിടെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ അകത്ത് ടൊയോട്ടയുടെ ഒരു കുറഞ്ഞ വേരിയൻ്റാണ്. ടോപ്പ് എൻഡിൽ വരുന്നത് പ്രൊജക്ടറാണ് വരുന്നത് ലോ ബീമിൽ. ഈ വാഹനത്തിൽ വരുന്നത് ലോ ബീമും ഹൈ ബീമും രണ്ടും ഹാലജൻ റിഫ്ലക്റ്റേഴ്സാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. രണ്ട് റിഫ്ലക്ടറുകളിലും ഹാലജൻ ബൾബുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. LED അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, അത് ടോപ്പ് വേരിയൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇതിലുള്ള ഹെഡ്ലൈറ്റിൽ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. ഈ കസ്റ്റമർ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക തന്നെ ഞാൻ രാത്രി മാത്രമേ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ വെളിച്ചം വേണം എന്നുള്ളതാണ് കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടാനായിട്ടാണ് നമ്മളിവിടെ പ്രൊജക്ടർ സ്വാപ്പ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഈ വാഹനത്തിൽ ഒരു ഫോഗ് ലാമ്പിൻ്റെ ഏരിയ അല്ലെങ്കിൽ ഒരു ക്യാവിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഫോഗ് ലാമ്പ് കമ്പനി കൊടുക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു ഫോഗ് ലാമ്പ് പ്രൊജക്ടർ ഇൻസേർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് കൂടാതെ നമ്മുടെ ഹൈ ബീമിലൊരു LED ബൾബ് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത്രയും ഈ 3 കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ആദ്യത്തെ ഇനിഷ്യലി നോക്കേണ്ടത് ഇതിൽ എന്താണ് നിലവിലുള്ള ഔട്ട്പുട്ട് വരുന്നത്, എങ്കിലാണ് നമുക്ക് പെർഫോമൻസ് ചേഞ്ച് എത്രത്തോളം ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ലോ ബീമാണ് ഓണായിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഹൈ ബീമും ഓണായിട്ടുണ്ട്. രണ്ടും ഞാൻ ആദ്യമേ പറഞ്ഞു ഹാലജൻ ലാമ്പുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു കറക്റ്റ് യെല്ലോ ഷെയ്ഡിലുള്ള ലൈറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ആസ് യൂഷ്വൽ ഒരു ലക്സ് മീറ്റർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് മെഷർ ചെയ്യുകയാണ്. നമ്മളിവിടെ മെഷർ ചെയ്യുന്ന ലക്സ് മീറ്ററിൽ കിട്ടുന്ന ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 12 ഫീറ്റ് ആ വാളിൽ നിന്ന് മാറ്റിയിട്ടിട്ടുള്ള രീതിയിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്നത് തന്നെയാണ് ശേഷവും സെയിം ഡിസ്റ്റൻസിൽ തന്നെയാണ് ഇതിൻ്റെ ലക്സ് മീറ്ററിൽ മെഷർ ചെയ്യുന്നത്. അതിൻ്റെ ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി കൂടും. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നതിൻ്റെ ലോ ബീം, അതുപോലെ ഇപ്പോൾ കാണുന്നതിൻ്റെ ഹൈ ബീം, ഇത് രണ്ടുമാണ് നമുക്ക് വാഹനത്തിൽ കിട്ടുന്ന പെർഫോമൻസ്. പകൽ സമയം ആയതുകൊണ്ട് തന്നെ വാളിലെല്ലാം കുറച്ച് ലൈറ്റൊക്കെ വരുന്നുണ്ട്. നമ്മൾ കർട്ടനൊക്കെ ഇട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് ലൈറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പുറമേ നിന്നുള്ള ലൈറ്റിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെ ഇപ്പോൾ ലക്സ് മീറ്റർ അവിടെ വെച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു 300 ലക്സസ് റേഞ്ചിൽ നോർമലി ഇവിടെ ലൈറ്റ് ഉണ്ട്. ഇനി നമ്മളതിൻ്റെ ഹെഡ്ലൈറ്റ്, വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കി കഴിയുമ്പോൾ ആ ലക്സ് മീറ്ററിൽ അതിൻ്റെ ചേഞ്ച് വരുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ആ വാല്യൂസ് കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ലോ ബീമാണ് ഫസ്റ്റ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലോ ബീമിൽ കിട്ടുന്നത് ഒരു 1100 ലക്സസ് ആണ്. ഇതിൻ്റെ ആ ഏറ്റവും ഇൻറ്റൻസിറ്റി ഉള്ള പാർട്ടിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ കിട്ടുന്നത് ഒരു 1100 ലക്സസ് ആണ് ലോ ബീമിൽ കിട്ടുന്ന ഔട്ട്പുട്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ഹൈ ബീമിൽ എത്ര കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഹൈ ബീമിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2500, തീരെ മോശമില്ലാത്ത രീതിയിലുള്ളൊരു വെളിച്ചം ഈ വാഹനത്തിന് നിലവിലുണ്ട്. അപ്പോൾ ഒരു 2500 ലക്സസ് ആണ് നമ്മളുടെ ഹൈ ബീമിൽ ഈ വാഹനത്തിന് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്കിതിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ഇതിൻ്റെ പെർഫോമൻസ് ചേഞ്ചസിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വർക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബമ്പറെല്ലാം ഊരിയെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഇതിൻ്റെ ബമ്പർ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ബമ്പർ റിമൂവ് ചെയ്യണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ഹെഡ്ലൈറ്റ് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബമ്പർ ഏതാണ്ട് ഒന്ന് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഹെഡ്ലൈറ്റ് ഊരിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു വളരെ നല്ല രീതിയിലുള്ള ലെങ്ത്തുള്ള ഒരു ഹെഡ്ലൈറ്റാണ് ഈ വാഹനത്തിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്യാനാണെങ്കിലും കുറച്ച് ടഫായിട്ടുള്ളൊരു വർക്കാണ്. സാധാരണ ഇന്നോവയുടെ, പഴയ മോഡൽ ഇന്നോവയുടെ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ ഈസിയറായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഈ വാഹനത്തിൻ്റേത് കുറച്ച് കൂടിയ ഗ്രേഡിലുള്ള സീലൻ്റാണ്, അതായത് ഹാർഡ് ഗ്ലൂ ആണ് ഇതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ കോൾഡ് ഗ്ലൂ എന്ന് പറയുന്ന ടൈപ്പ് സീലൻ്റാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും നമ്മളിതിവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് സേഫായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു, അതായത് പിറ്റേ ദിവസമാണ് നമ്മളുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയത്. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള വ്യൂസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ലോ ബീം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഹൈ ബീം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫോഗ് ലാമ്പും ചേഞ്ച് ചെയ്തു. ഈ 3 വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുള്ള പുറമേ നിന്നുള്ളൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലാണ് വാഹനത്തിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച്.
അപ്പോൾ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഒരു വലിയ രീതിയിലുള്ള ചേഞ്ച് വരാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വലിയ ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു കസ്റ്റമർക്ക് ലൈറ്റ് മാത്രമാണ് ആവശ്യമുള്ളത്, വേറെ ഒരു തരത്തിലുള്ള ഫാൻസിയും നമുക്കിവിടെ ആവശ്യമുണ്ടായിരുന്നില്ല. ഞാനും അത് തീരെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. നമ്മൾ ലൈറ്റ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ പെർഫോമൻസ് സൈഡ് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലാണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് പോലെ ഫീൽ ചെയ്യുന്നുള്ളൂ. പുറമേ നോക്കിയാലും ഒരു സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് എന്നുള്ള രീതിയിലേ തോന്നുള്ളൂ. നമ്മുടെ ടോപ്പ് എൻഡിൽ വരുന്ന പോലത്തെ ഒരു ചെറിയ പ്രതീതിയാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് ഓണാക്കി അതിൻ്റെ പെർഫോമൻസ് സൈഡൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ ലോ ബീം ഇവിടെ ഓണായിട്ടുണ്ട്. ഇതിൽ ആകെ ഒരു ഫാൻസി വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ പാർക്ക് ബൾബ് വൈറ്റ് ആക്കിയിട്ടുണ്ട്. വൈറ്റ് LED ബൾബ് അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വാം ഹാലജൻ മാറ്റിയിട്ട് അവിടെ ഒരു ചെറിയ പാർക്ക് ബൾബ് കൊടുത്തിട്ടുണ്ട്, വൈറ്റ് ലൈറ്റ്. അതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു ഫാൻസി വർക്ക്. ബാക്കിയെല്ലാം പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ലോ ബീം ഇവിടെ ഓണായിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അടുത്ത സെഗ്മെൻറ്റ് നോക്കാം. അതിൻ്റെ ഹൈ ബീം ഓണാക്കി നോക്കാം. ഹൈ ബീമിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു വാം കളർ LED ആണ്. രണ്ടിനും 4300 ആണ് കളർ ടെമ്പറേച്ചർ. ലോ ബീമിനും ഹൈ ബീമിനും സെയിം കളർ ടെമ്പറേച്ചറുള്ള ബൾബുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഹൈ ബീമും ഓണായിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫോഗ് ലാമ്പാണ്. ഇതൊരു ഹെല്ല ടൈപ്പ് ഫോഗ് ലാമ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഹെല്ലയുടെ അല്ല, ഹെല്ലയുടെ ഒരു ഇമിറ്റേഷനാണ്, ഫുള്ളായിട്ട് ഹെല്ലയല്ല. അപ്പോൾ എങ്കിലും അതിൻ്റെ പെർഫോമൻസ് വളരെ ബെറ്ററാണ്. നല്ല രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് റോഡിൽ കിട്ടുന്നുമുണ്ട്. എന്തുകൊണ്ടും ഹെഡ്ലൈറ്റിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫോഗ് ലാമ്പിന് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടുകൾ നമുക്ക് കൃത്യമായിട്ടൊന്ന് മെഷർ ചെയ്ത് നോക്കാം. നമുക്കതിൻ്റെ വിഷൻ ഒന്ന് നോക്കാം, ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ലോ ബീമിൻ്റെ പെർഫോമൻസാണ് നമ്മളിവിടെ വാളിൽ കാണുന്നത്. നമ്മളൊരു ഭിത്തിയിലേക്ക് നമ്മുടെ സ്ഥിരം ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള ഫേസ് ചെയ്തിട്ട് ഹെഡ്ലൈറ്റ് ഓൺ ആക്കി കഴിയുമ്പോൾ ലോ ബീം കാണുന്നത് ഈ ഒരു രീതിയിലാണ്. വളരെ ഷാർപ്പായിട്ടുള്ളൊരു കട്ട് ഓഫ്, രണ്ടും കറക്റ്റായിട്ട് മെർജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹൈ ബീമിലാണെങ്കിലും വളരെ ഭംഗിയായിട്ട് കറക്റ്റ് മാച്ചിങ് ആയിട്ട് ബാലൻസ്ഡായിട്ട് നമുക്ക് ഹൈ ബീമും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ അപ്ഗ്രേഡ് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ഫോഗ് ലാമ്പിൻ്റെ പെർഫോമൻസ് ആണ്. അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫോഗ് ലാമ്പിൻ്റെ ലോ ബീമാണ് ഇവിടെ ഓണായിരിക്കുന്നത്. ഈ രീതിയിലാണ് നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഒരു ലെവൽ കട്ട് ഓഫ് വെച്ചിട്ട് ആ കറക്റ്റ് ലെവലിൻ്റെ താഴേക്കാണ് ലൈറ്റ് ഔട്ട്പുട്ട് മുഴുവൻ വരുന്നത്. ഇത് നമുക്ക് റോഡിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത് ഹൈ ബീം ഇട്ട് കഴിഞ്ഞാൽ രണ്ടും കൂടിയാണ് ഓണാവുന്നത്. നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈ ബീമും അതുപോലെ തന്നെ ഫോഗ് ലാമ്പിൻ്റെ ഹൈ ബീമും. ശരിക്കും പറഞ്ഞാൽ 4 2 6 ഹൈ ബീമുകളാണ് ഇപ്പോൾ കത്തിയിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടാണ് വരുന്നത്. പലതും പല ഭാഗത്തായതുകൊണ്ട് ഒറ്റ മീറ്ററിൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മളുടെ ലോ ബീം മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കിട്ടുന്നത് ഒരു 3100 ആണ് ലെക്സസ് ആണ് കിട്ടുന്നത്. ആദ്യം നമുക്ക് കിട്ടിയിരുന്നത് ഒരു 1100 ലെക്സസ് ആയിരുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ചേഞ്ചാണ് നമ്മുടെ ലോ ബീമിൽ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് തന്നെയാണ്, ചേഞ്ചാണ് നമുക്ക് ഇവിടെ ലോ ബീമിൽ കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഇതിൻ്റെ ഫോഗ് ലാമ്പിൻ്റെ ലോ ബീം ഔട്ട്പുട്ടാണ്. ഇതൊരു 2400 ലെക്സസിലേക്കാണ് നമുക്ക് ഫോഗ് ലാമ്പിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതും നല്ല രീതിയിലുള്ള ഒരു ലൈറ്റ് ഇൻറ്റൻസിറ്റി തന്നെയാണ്. നമുക്ക് റോഡിൽ നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടാനായിട്ട് ഈ ഫോഗ് ലാമ്പിന് സാധിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളതിൻ്റെ ഹൈ ബീമാണ്. ഹൈ ബീമിൽ വരുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു 6 ലൈറ്റുകളാണ് ഒരുമിച്ച് പവർ ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു സ്പോട്ടാണ് ലെക്സ് മീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റുക. ഏതെങ്കിലും ഒരു ഇൻറ്റൻസിറ്റി കൂടുതലുള്ള ഭാഗം അവിടെ കിട്ടുന്നത് നമുക്കൊരു 5000 ലെക്സസ് ആണ് ഹൈ ബീമിൽ കിട്ടുന്ന ഒരു ഔട്ട്പുട്ട്. അപ്പോൾ ഇനി ഈ വാഹനം നമുക്ക് രാത്രിയായിട്ടുണ്ട്. അപ്പോൾ റോഡിലിറക്കി ഒന്ന് ഓടിച്ചു നോക്കാം. അതിനു മുമ്പ് പുറമേ നിന്നുള്ള വാഹനത്തിൻ്റെ ഒരു വിഷനാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നോർമൽ കേസിൽ കണ്ണിലേക്ക് അടിക്കുന്ന രീതിയിലല്ല നമ്മൾ ലോ ബീം സെറ്റ് ചെയ്യുന്നത്. ഇത് ഒരുപാട് താഴെ നിന്ന് എടുത്തേക്കുന്ന ഫുട്ടേജ് ആയതുകൊണ്ടാണ് ആ ഒരു ഗ്ലെയർ വന്നത്. അല്ലാത്ത രീതിയിൽ ഒരു വാഹനങ്ങൾക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന രീതിയിൽ നമ്മളിതിൻ്റെ ലെവലുകൾ സെറ്റ് ചെയ്യാറില്ല. ഫോഗ് ലാമ്പിൻ്റെ ആണെങ്കിലും ഹൈ ബീമിൻ്റെ ആണെങ്കിലും ലോ ബീമിൻ്റെ ആണെങ്കിലും ഒരിക്കലും ലെവൽസ് എതിരെ വരുന്നവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് വരുന്ന ഡ്രൈവ് വീഡിയോയിൽ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ അതിൻ്റെ ലോ ബീം ഓൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഹൈ ബീം നമുക്ക് ഓണാക്കാം. അപ്പോൾ ലോ ബീമാണ് ഓണായിരിക്കുന്നത്. ഇതും ഞാൻ നിൽക്കുന്ന രീതിയിൽ എൻ്റെ മുഖത്തേക്ക് അല്ലെങ്കിൽ ക്യാമറയുടെ ലെവലിലേക്ക് വരുന്നില്ല. അത് വളരെ സേഫായിട്ടുള്ള കട്ട് ഓഫ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഇൻറ്റൻസിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വീഡിയോയിൽ തന്നെ വളരെ ഭംഗിയായിട്ട് ലൈറ്റ് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
ഇനി ഈ വാഹനം നമുക്ക് ഓടിച്ചു നോക്കാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ അഡ്ജസ്റ്റർ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് വാഹനത്തിൻ്റെ ലൈറ്റ് ക്രമീകരിക്കാനുള്ള ഒരു ബട്ടണുണ്ട്. അതൊന്ന് അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ആ ലൈറ്റ് താഴേക്ക് പോകുന്നത് കാണാം. അതുപോലെ തന്നെ അത് സ്വാഭാവികമായിട്ട് മേലോട്ട്, അതായത് ഒരു 0യിലേക്ക് സെറ്റ് ചെയ്ത് പോകുന്നതാണ് കാണുന്നത്. 0 എന്ന് പറയുന്നതിൽ ഏറ്റവും ടോപ്പിലുള്ളതും 1, 2, 3 ഒക്കെയാണ് വരാറുള്ളത്. അതെല്ലാം ഏറ്റവും താഴേക്കും വരുത്താനുള്ളതാണ്. അപ്പോൾ ആ ഒരു ലൈറ്റാണ് നമുക്ക് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 0യിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 0യിൽ സെറ്റ് ചെയ്താലും എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിലാണ് അതിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, വളരെ ഭംഗിയായിട്ട് റോഡ് കണ്ടിട്ട് തന്നെയാണ് ഓടിക്കുന്നത്. നല്ല രീതിയിലുള്ള സ്പ്രെഡും റോഡിലുള്ള എല്ലാ ഭാഗങ്ങളും ഒരേപോലെയാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടുതൽ കുറവൊന്നും പറയാനില്ല. എല്ലായിടത്തും ഒരേപോലെ ആണ് നമ്മുടെ റോഡിൽ കിട്ടുന്ന ലൈറ്റ് ഔട്ട്പുട്ട്. അതുതന്നെയാണ് ഈ ഒരു പ്രൊജക്ടർ ലൈറ്റിൻ്റെ ഇമ്പോർട്ടൻസും. ഒരുപോലെ യൂണിഫോം ആയിട്ടുള്ള ലൈറ്റ് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കട്ട് ഓഫിൻ്റെ മേലോട്ട് ഒരു തരി പോലും വെളിച്ചം പോകില്ല എന്നുള്ളതും ഒരു പ്രൊജക്ടറിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ നമുക്ക് ആ പാസ് ചെയ്ത് പോയ കാറിൻ്റെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിൻ്റെ വിൻഷീൽഡിലേക്ക് ലൈറ്റ് പോകുന്നുണ്ടായില്ല. അതും ഒരു സേഫർ ഹൈറ്റ് തന്നെയാണ്. അപ്പോൾ അതും വളരെ ഭംഗിയായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. നമുക്ക് ഇനി ഒരു ഫർദർ അഡ്ജസ്റ്റ്മെൻറ്റിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കുറച്ച് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹൈറ്റ് ഡിഫറൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഉള്ളിലുള്ള ബട്ടൺ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും. അത് തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട സമയങ്ങൾ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ പുറകിൽ ലോഡ് കയറുകയും ആ വാഹനത്തിൻ്റെ ലോഡ് കൊണ്ട് ഫ്രണ്ട് വശം പൊങ്ങുകയും ചെയ്യും. അങ്ങനെ പൊങ്ങുന്ന സമയത്ത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ബീം സെറ്റ് ചെയ്തിരിക്കുന്നത് മേലോട്ട് പോകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ അഡ്ജസ്റ്റർ ഉപയോഗിച്ചിട്ട് അത് ഒന്നിലേക്കോ ഒക്കെ മാറ്റി ഇടേണ്ടതാണ്. ആ സമയത്താണ് നമ്മൾ ഈ ഏതൊരു വാഹനത്തിൻ്റെ ആണെങ്കിലും അഡ്ജസ്റ്റർ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ഹൈ ബീം ആണെന്നുണ്ടെങ്കിലും വളരെ പവർഫുള്ളായിട്ട് ആ ഒരു സെൻറ്റർ പോയിൻറ്റിലേക്ക് എല്ലാം കൂടെ, ഇത് ഫ്രീ ഫ്ലോയിലേക്ക് വരുമ്പോഴാണ് അത് സെൻറ്റർ പോയിൻറ്റിൽ ഒരുമിച്ച് വരുന്നത്. ഇപ്പോൾ സെൻറ്ററിലാണ് ഏറ്റവും കൂടുതലൊരു ഫോക്കസ്ഡ് ആയിട്ട് ഹൈ ബീം വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ എതിരെ വാഹനങ്ങൾ വരുന്ന കാരണം നമുക്ക് ഹൈ ബീം ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതില്ലാത്ത സമയങ്ങളിൽ ഹൈ ബീം ഇടുന്ന സമയത്ത് ആ ഒരു സെൻറ്ററിൽ, നമ്മുടെ റോഡിൻ്റെ സെൻറ്ററിലാണ് എപ്പോഴും ഹൈ ബീം ഫോക്കസ് ചെയ്യുന്നത്. അവിടെ നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഫ്രീ ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ നല്ല ത്രോ ആണെങ്കിലും ആ ലൈറ്റിന് കിട്ടും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇട റോഡുകളായതുകൊണ്ട് നമുക്കൊരു വലിയ ത്രോ കാണിച്ചു തരാനായിട്ട് സാധിക്കില്ല. എങ്കിൽ പോലും നമുക്ക് ആ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ നിന്ന് അത് മനസ്സിലാക്കാം. കാരണം അത് എത്രത്തോളം ദൂരം ട്രാവൽ ചെയ്യുന്നുള്ളത്. ഏതായാലും നമ്മളുടെ കണ്ണിൻ്റെ റിസോൾവിങ് പവറിൻ്റെ ഏരിയയിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഹെഡ്ലൈറ്റ് എത്തിയിരിക്കും. അതിലപ്പുറത്തേക്കും ലൈറ്റ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ കണ്ണിന് 2 പോയിൻറ്റുകളെ തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ഈ പറയുന്ന റിസോൾവിങ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാണാത്ത സ്ഥലത്തേക്ക് നമ്മൾ വെറുതെ ബ്ലൈൻഡായിട്ട് വെളിച്ചം കിട്ടിയിട്ട് കാര്യമില്ല. എല്ലാവരും ഒരു ലൈറ്റിൻ്റെ ത്രോ എന്ന് പറയാറുണ്ട്. ഒരു കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന ഒരു ലൈറ്റ് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. കാരണം 1 കിലോമീറ്റർ ദൂരേക്ക് നമുക്ക് റിസോൾവിങ് പവർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ലെങ്ത്തിലുള്ള ലൈറ്റൊന്നും ആവശ്യമില്ല. എങ്കിൽ കൂടി ഈ ലൈറ്റ് നല്ല രീതിയിൽ ട്രാവൽ ചെയ്യും. നമുക്ക് നമ്മളുടെ നോർമൽ ഐസ് വെച്ചിട്ട് ഓടിക്കാനായിട്ട് സാധിക്കുന്ന അത്രയും ഏരിയയിൽ നല്ല ഇൻറ്റൻസിറ്റിയിലുള്ള ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു വീഡിയോയിൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഫോഗ് ലാമ്പ് വെച്ചിട്ടാണ്. നമ്മുടെ പ്രൊജക്ടർ ഫോഗ് ലാംപ്സ് ആണ് ഇപ്പോൾ ഓണായിരിക്കുന്നത്. ഫോഗ് ലാമ്പ് മാത്രമേ ഉള്ളൂ. ഹെഡ്ലൈറ്റ് ഓഫ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോഗ് ലാമ്പിൻ്റെ വെളിച്ചമാണെങ്കിലും നല്ല രീതിയിൽ നമുക്കൊരു റോഡ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ച് അൺഈവൻ ആയിട്ടാണ് ലൈറ്റ് പോകുന്നതെങ്കിൽ പോലും, ചില ഭാഗങ്ങളിൽ ലൈറ്റ് കൂടുതലുണ്ടെങ്കിൽ പോലും ആ വെളിച്ചം നല്ല രീതിയിൽ നമുക്ക് റോഡ് വിസിബിലിറ്റിക്ക് ഉപയോഗപ്പെടുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് റോഡ് കണ്ടിട്ട് വാഹനം ഓടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഹെഡ് ലാമ്പ് കൂടി ഓൺ ആക്കിയിട്ടുണ്ട്. രണ്ടും കൂടിയാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ലോ ബീമും അതുപോലെ തന്നെ ഫോഗ് ലാമ്പും ഉണ്ട്. ഇപ്പോൾ ഹൈ ബീം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ ഹൈ ബീമും വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പോൾ ആ റോഡിൽ തന്നെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ചേഞ്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബോട്ടം ഏരിയയിൽ കുറച്ചുകൂടെ കൂടുതൽ വെളിച്ചം പോകുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഹെഡ്ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ വീണ്ടും ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ആ ഡിഫറൻസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. 2 ഓൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ റോഡിലുള്ള ഇൻറ്റൻസിറ്റി ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇന്നോവ ക്രിസ്റ്റയിൽ ചെയ്തിരിക്കുന്ന ലൈറ്റിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് കരുതുന്നു. വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നും കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വാഹനവും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം, ഉടനെ തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.